12 പഞ്ചായത്തിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ചങ്ങനാശ്ശേരിയിലേക്കും ആലപ്പുഴയിലേക്കും പരിപൂർണമായി മാറ്റിപ്പാർപ്പിച്ച കാലമാണ് ആ പ്രളയത്തിൻ്റെ കാലം. 12 പഞ്ചായത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും എത്രയായാലും ജനങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടനാട് ഇന്ന് അതിന് സമാനമായ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടനാട് എം എൽ എ ഭരണകക്ഷി എം എൽ എ അല്ലേ, എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. എം എൽ എ ഒരാൾ വിളിച്ചിട്ട് മുഖ്യമന്ത്രി എടുക്കുന്നില്ല, റവന്യൂ മന്ത്രി ഫോൺ എടുക്കുന്നില്ല, പരസ്യമായിട്ടെന്ന് പറഞ്ഞല്ലേ. ഈ കേരളത്തിന് ഗതികേടാണ്. രാഷ്ട്രീയമായി പറയുന്ന കാര്യമാണോ? ഈ ദുരന്തത്തിന് മുഖത്ത് നിൽക്കുമ്പോ വിളിച്ചാക്കിയിട്ടല്ലേ? അതിനുശേഷം അദ്ദേഹം രണ്ടാമത് ഒരു കാര്യം കൂടി പ്രസ് മീറ്റിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം കൂടി, അതിന്റെ സെക്കൻഡറി ഒരു വാചകം കൂടിയുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കളക്ടറെ കാണാന്നാണ് അതും പറഞ്ഞു. ആർക്ക്? എം എൽ എക്ക് വേണമെങ്കിൽ കളക്ടറെ കാണാം എന്നുകൂടി പറഞ്ഞ് ആക്ഷേപിച്ചു. എം എൽ എ ആക്ഷേപിച്ചു. കളക്ടറെ കാണാൻ മനസ്സിലായില്ലേ? അതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ ദുരന്തത്തിന്റെ സമയത്ത് കാണുന്നൊരു. അതിനുശേഷം ഒരു പൂക്കിച്ചിരിയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അദ്ദേഹത്തിന് കളക്ടറെ കാണാന്ന് പറഞ്ഞു. യെസ്, പറഞ്ഞു റെജിൻ. വിഷ്വലാണ് നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. വിഷമത്തോടെ കണ്ടു നിന്നു നമ്മളൊക്കെ. അത് ഒരു എം എൽ എ കുട്ടനാട്ടിൽ നെഞ്ചൊപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്. ആ എം എൽ എയോടാണ് പറയുന്നത്. പ്രശ്നം കൂടിയാണ്. അടുത്ത ക്യാപ്സൂൾ AC റോഡ് കാണിക്കൂ. വിഷ്വൽ കാണിക്കൂ. AC റോഡിന്റെ വിഷ്വൽ കാണിക്കുന്നു. AC റോഡ് ആകെ തകർന്നു. സലാമിന്റെ മറുപടി. കണ്ടു നോക്ക്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് സാർ. പത്തനംതിട്ട അടുത്ത് നിൽക്കുന്ന ആലപ്പുഴ ജില്ലക്കാരനാണ്. എന്നോടാണോ പറയുന്നത്? റെജിൻ ആലപ്പുഴ ജില്ലക്കാരനാണെന്നേ ഉള്ളൂ. ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാ ഞങ്ങളൊക്കെ. മനസ്സിലായോ? റോഡ് കണ്ടു നോക്ക്. എന്റെ നാട്ടിലാണ്. അതുപോലെ ഈ വെള്ളം പൊങ്ങിയിരിക്കുന്നത്. ഞാൻ ഈ തർക്കത്തിനൊന്നുമല്ല, ഞാൻ ഒരു തർക്കത്തിനുമല്ല പറയുന്നത്. നമ്മൾ എല്ലാ കാലത്തും പ്രളയകാലത്ത് കാണുന്ന പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയ ദൃശ്യ വിരുന്ന് എന്ന് പറയുന്നത് നെടുമുടി പള്ളാത്തുരുത്തി ഭാഗത്തെ ഈ വെള്ളക്കെട്ടുകളും അതിലൂടെ വള്ളത്തിൽ ആളുകൾ പോകുന്ന ഒരു സായിപ്പടക്കം വള്ളം തുഴഞ്ഞു പോകുന്ന പഴയൊരു ചിത്രമുണ്ട്, ഓർമ്മയുണ്ടാവും. നെടുമുടിയിലാണത്. നെടുമുടി പള്ളാത്തുരുത്തി ഭാഗത്തൊക്കെ അവിടെയൊക്കെ എലിവേറ്റഡ് റോഡ് നിർമ്മിച്ച് ആ റോഡിനെ ഉയർത്തി ഇപ്പോൾ ഈ മഴക്കാലത്ത് ഈ അതിതീവ്ര മഴയുടെ സമയത്ത് മുങ്ങിപ്പോകാതെ AC റോഡ് അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പ്രളയത്തിൻ്റെ പാഠം കേരളം ഉൾക്കൊണ്ടതാണ്. ഞാൻ പിണറായി സർക്കാർ ഉൾക്കൊണ്ടു എന്നല്ല പറയുന്നത്. കേരളം ഉൾക്കൊണ്ട പാഠത്തിൽ നിന്നുണ്ടായ മാറ്റമാണ് AC റോഡിൻ്റെ. കിടങ്ങറയിൽ ചെല്ലുമ്പോൾ കോട്ടയം ജില്ലയുടെ അതിരായിട്ടുള്ള കിടങ്ങറയിൽ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട്. ഉള്ള വെള്ളം കയറിയത് പറയാൻ ആർക്കാ മടി? പക്ഷേ അത് ഗതാഗത തടസ്സമുണ്ടാക്കിയിട്ടില്ല. റോഡ് അടച്ചിടേണ്ടി വന്നിട്ടില്ല. രജിനെ, ആ റോഡിലൂടെ എല്ലാ കാലവും സഞ്ചരിച്ച മനുഷ്യരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ടാണ് വൈകാരികതയോടെ പറയുന്നത്. അതൊരു നാടിന്റെ മാറ്റമാണെന്നേ. ആ റോഡ് കണ്ടു നോക്ക് നിങ്ങൾ. ആ റോഡ് കുട്ടനാട് താലൂക്കിന്റെ ഒരു ഭാഗത്തും ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്. രജിനെ വെല്ലുവിളിച്ച് പറയുന്നു. കുട്ടനാട് താലൂക്കിലൂടെ AC റോഡിലൂടെ സഞ്ചരിക്കാം. ഒരു റോഡ് പൊളിച്ചിട്ടില്ല. ശരി വിജയൻ, സലാം. ഞാനതിലെ രാഷ്ട്രീയമൊന്നുമല്ല പറഞ്ഞത്. നാട്ടിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സത്യസന്ധമായി പറയാൻ കഴിയണം. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നിങ്ങൾ എവിടുന്നെങ്കിലും ചില ഐറ്റം എടുത്തുകൊണ്ട് വരരുത്. നിലനിൽക്കില്ല. സലാം ഉണ്ടെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ. ഒരു സംവിധാനം ചെയ്യാതെ പോയ ഗവൺമെന്റ് ഭാഗമായിട്ട് നിന്നവരാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ ചെയ്യേണ്ടത് ഉദാഹരണം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രിവിലേജിന്റെ പ്രശ്നം കൂടിയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഒരു ML എ അധിക്ഷേപിച്ച് 2 സെക്കൻഡ് സെന്റൻസ് ആയിട്ട് പറഞ്ഞത് ഒരു പ്രിവിലേജ് പ്രശ്നം കൂടിയാണ്. ML എയോട് പറയുകയാണ് എന്നെ കിട്ടൂല, കളക്ടർ വേണേ പോയി കണ്ടോ എന്ന് പറയുന്ന ഒരു പ്രിവിലേജിനകത്ത് ഒരു പ്രശ്നത്തിനകത്തുണ്ട്. അദ്ദേഹം പരാതി കൊടുക്കില്ലായിരിക്കും. ഇവിടെ AC റോഡ് വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വാട്ടർ ലെവല് ഈ പറഞ്ഞ പോലെ കിഴക്കേ അറ്റത്ത് അല്പം ഉയർന്നിട്ടുണ്ട്.
ഉയരാൻ കാര്യം എന്താ? ഓക്കെ, ഇത് ഡിസ്ചാർജ് പ്രശ്നം വന്നുകൊണ്ടാണെന്ന്. Okay, right, കഴിഞ്ഞ വർഷം വരെയും ഈ പ്രളയത്തിന് ശേഷം 2025 വരെയും 300 മീറ്റർ വീതിയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചു, വെള്ളം ഒഴുക്കി. ഇപ്രാവശ്യം ഒഴുക്കിയില്ല, പൊഴി മുറിച്ചില്ല, സലാം, ഒരു മുന്നറിയിപ്പ് നടത്തിയില്ല. ഈ നിമിഷം വരെ ടെൻഡർ ചെയ്ത് പൊഴി മുറിക്കാൻ കൊടുത്തിട്ടില്ല. ഇതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം. 100 ആവർത്തി നിങ്ങൾ പറഞ്ഞാലും ആളുകളാണ്. ഞാൻ ഇന്നും പോയിട്ട് മനസ്സിലായി വന്നതാണ്. സലാം, 100 ആവർത്തി നിങ്ങളൊക്കെ പറഞ്ഞാലും അതിലൊരു ക്യാമ്പിലെ കാര്യം ഞാൻ ഇന്നിപ്പോ ഈ ക്യാമ്പിലെ കാര്യം ഞാനിപ്പോൾ 7:30 പുന്നപ്ര JB സ്കൂളിലെ ഒരു 100 മേലെ ആളുണ്ട്. ക്യാമ്പിൽ പോയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ആ ക്യാമ്പിൽ കിടക്കാൻ പായില്ല. ആ സ്ത്രീകൾ പായ ചോദിച്ചപ്പോൾ വലിയ അതിനൊന്നും ഇവിടെ പറ്റൂല എന്നാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാരുണ്ട്. ഞാൻ വിളിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. അവരോട് വില്ലേജ് ഓഫീസർ പറഞ്ഞ ഈ ഡെസ്ക് അടുപ്പിച്ചിട്ട് കിടന്നോളാൻ. ഇപ്പോൾ ഈ 7:30 മണിക്ക് ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് 8 മണിക്ക് വന്ന് കയറുന്നതിന് മുമ്പ് 7:30 മണിക്ക് പുന്നപ്ര JB സ്കൂളിലെ ക്യാമ്പിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക. ആ ക്യാമ്പിലെ സ്ത്രീകൾ എന്നോട് പറഞ്ഞ ഞാൻ വരാം. ഇത്തരം കാര്യങ്ങളുണ്ടായ പരിഹരിക്കണം. നല്ല രസമുണ്ട്, നല്ല രസം. ജില്ലാ പഞ്ചായത്ത് അവിടെ യെസ്, ഞാൻ വരാം. ഏതായാലും സ്ഥാനമില്ലാത്ത അല്ല രചന. ഞാനിപ്പോ നേരിട്ട് പോയിട്ട് വന്നതാണ്. ഇതൊക്കെ 100 ആവർത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു പെശക് ചൂണ്ടിക്കാട്ടിയാൽ ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ മനസ്സുള്ളവരോട് നമുക്ക് പറയാം. 100 ആവർത്തി പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് ന്യായീകരിക്കാനോ വാദിക്കാനോ ശ്രമിച്ചാൽ ഒരു പ്രയോജനവും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോവുകയാണ്. രാവിലെ മുതൽ ഈ ചർച്ച വരെയുള്ള നേരത്തെ ഒരു ബോധ്യമോ അനുഭവമാണ് ഞാൻ പറഞ്ഞത്.